നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അബുദാബിയിൽ എക്സിബിഷൻ്റെ പരമായിട്ട് ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. 16th എഡിഷനാണ്. അപ്പോൾ അബുദാബിയിൽ എല്ലാ തെരുവോരങ്ങളിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഔട്ട്ഡോർ കാണാനാണ് ഇൻട്രസ്റ്റിങ്. കാരണം എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഞാനൊന്ന് അബുദാബിയുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കോർണിഷിൻ്റെ ഏരിയയിൽ അവിടെ ഒക്കെ ആയിട്ട് പലയിടത്തുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇവിടുത്തെ കോർണിഷ്. അപ്പോൾ നമ്മളിങ്ങനെ നടത്തിയിരിക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി ആയാലും നമുക്കൊന്ന് ഒരിടത്ത് ഇരിക്കാനൊക്കെ തോന്നുന്നത് ആ ഒരു ഏരിയ പോയി ഇരിക്കാനാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ എന്തൊക്കെയുണ്ട്, ഏത് തരം ആർട്ടുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ കാണുന്നില്ല. ചിലർ സ്റ്റാറ്റസിലൊക്കെ പല ടൈപ്പ് ഐറ്റംസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് അബുദാബിയുടെ ഇതിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരണം. അതാണ് എൻ്റെ അടുത്ത ഊഴം. അപ്പോൾ ഞാൻ ഇന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ അബുദാബിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ആർട്ടുണ്ട്, എന്നെക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റും, അവിടെയൊക്കെ ഞാൻ പോയിട്ട് എത്തിപ്പെടും. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് പോയി വെക്കാം. ഇതെന്താ ആർട്ടാണ്, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ ഇതിൽ പോകുമ്പോഴൊക്കെ നോക്കലുണ്ട് ഇതെന്ത് സംഭവം. ആദ്യം ഇത് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഈ നീലപ്പെട്ടിമ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു ആർട്ടാണെന്നുള്ളത്. അല്ലേ, ഇതിങ്ങനെ നേരെ കണ്ടാൽ നമ്മൾ വിചാരിക്കുമല്ലോ ഇതൊരു കോമ്പസ് തെറ്റി വരച്ച പോലെ, അങ്ങനെയൊക്കെ തോന്നൂലേ. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിനി അത്രയും നടക്കാനുണ്ട്. ഇതാ കാണുന്ന ലാസ്റ്റ് പിന്നെ വിരലിക്കണതാ അതിലെ പോകണം. അത്രയും പോയാൽ പോരാ, അതിൻ്റെ അപ്പുറത്തേക്കും പോകാനുണ്ടാവും. ഞാൻ ആ പോകുന്ന ബൈക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വീഡിയോ ആക്കാം. നമ്മളിപ്പോൾ ശരിക്കും നടന്നു തുടങ്ങുന്നത് ഇതാ അബുദാബി പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ട് നിന്നാട്ടോ. ഇനി നമ്മളൊരുപാട് നടക്കാനുണ്ട്. ശരിക്കും ടാക്സിക്ക് പോകാൻ മാത്രം നടക്കാനുണ്ട്. ഇവിടുത്തെ നാഷണൽ ഡേ പ്രമാണിച്ച് നോക്കുക, ഇവിടുത്തെ റോഡുകളിൽ മൊത്തം എല്ലായിടത്തും റോഡ് മാത്രമല്ല ഷോപ്പുകൾ എവിടെ നോക്കിയാലും ഈ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോകളിൽ എല്ലാത്തിനെയും കാട്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് കൊണ്ട് ഉമ്മമാർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിൽ ചെടിച്ചട്ടി ഉണ്ട്, അതുകൊണ്ടാണ്. ഇതുപോലത്തെ എല്ലാ ആർട്ടിനെ കുറിച്ചും ഇങ്ങനത്തെ നീലപ്പെട്ടി ഉണ്ടാവും തൊട്ടടുത്ത്. അപ്പോൾ അതിന്മേൽ ഇരുന്നിട്ട് വായിച്ച് നോക്കുക. ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വായിച്ച് നോക്കിക്കോ. അബുദാബിയിൽ പുറത്ത് എവിടെയെങ്കിലും ഇതുപോലത്തെ ആർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സൂചനാ ബോർഡും അവിടെ എന്തെങ്കിലും ഉണ്ടാവും. നമ്മളിപ്പോൾ എത്തിയത് ഇവിടെ മദീനസീദിൻ്റെ അവിടെ കേട്ടോ. ഇവിടെ കണ്ടില്ല ഇങ്ങനത്തെ ഒരു ആർട്ട്. പിന്നെ ഇതിന്മേലുണ്ട് കുറേ സെറ്റ് ഐറ്റംസ്. അങ്ങനെ മദീനസീദിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്തി. എൻട്രൻസിൻ്റെ അടുത്തപ്പോൾ വേറൊരു കാഴ്ചയും കൂടി കാണാൻ പറ്റി. ഇത് ആർട്ടല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കിത് കണ്ടിട്ട് ഇത് നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഇവർ വെച്ചതാണ്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു കാഴ്ചയും കൂടി കണ്ടത്. ഇത് കുറച്ച് മുന്നേ അപ്പുറത്തും കണ്ട്. ഇതെനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഈ നമ്മൾ പണ്ട് സ്ലേറ്റ് മേലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ നമ്പർ എണ്ണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്, അതുപോലെ ഇല്ലേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ ചുമരുകളിൽ മൊത്തം പെയിൻ്റ് അടിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനി ആർട്ടിൻ്റെ ടീം ചെയ്താണോ അതോ ഇനി ഇവിടെ വേറെ ആരെങ്കിലും ചെയ്താണോ എനിക്കൊരു ഡൗട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് അവിടേക്ക് വന്ന് കാണുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ സർക്കസ് അല്ലെങ്കിൽ കാർണിവലൊക്കെ ഉണ്ടാവില്ലേ, ഏകദേശം അതേപോലെയല്ലേ കണ്ടിട്ട്. പക്ഷെ ഇവിടെ അതൊന്നല്ല, എന്തൊക്കെയോ സംഭവം ചെറിയ ഗെയിംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കുറച്ച് ലോങ് എന്ന് കണ്ടത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ. ഇത് അബുദാബിയുടെ എക്സിബിഷൻ ടീം ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ്റെ ആ നീലപ്പെട്ടി അവിടെ ഉണ്ടാവേണ്ടതാണ്. അതവിടെ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്നു വന്നിട്ട് നമ്മുടെ ആ ഒരു സിഗ്നൽ കഴിഞ്ഞു. ഇനി വേറൊരു സിഗ്നലും കൂടി നമ്മൾ കടന്നിട്ട് വേണം നമുക്ക് കോർണിഷിൻ്റെ ഭാഗത്തേക്ക് എത്താൻ. ഞാനിത് സിഗ്നൽ ഓടിച്ചാടി കടന്നു. നമ്മളങ്ങനെ അബുദാബി കോർണിഷ് പാർക്ക് എത്തിട്ടോ. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ ശരിക്കും അപ്പുറത്തെ ഏരിയക്കാണ് പോകേണ്ടത്. അവിടെ എന്തൊക്കെ ഒരു ആർട്ടിൻ്റെ ഇത് കാണുന്നുണ്ട് ആ സൈഡിലേക്ക്. പക്ഷെ ഞാൻ ഈ സിഗ്നൽ ഈ ഭാഗത്തോടെയല്ല വന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ആദ്യം നമ്മൾ ഈ ഭാഗം കവർ ചെയ്യാം. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. അവിടെ പിന്നെ വരുമ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് പോകും. ഞാനിതിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെ എടുത്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ എന്താ വെച്ച് കഴിഞ്ഞാൽ അബുദാബി മൊത്തത്തിലുണ്ട് ഈ ഒരു ആർട്ട് പരിപാടി. അപ്പോൾ എവിടെ പോയാലും ലെഫ്റ്റിലേക്ക് പോയാലും റൈറ്റിലേക്ക് പോയാലും എവിടെ പോയാലും ശരിക്കും ആർട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് കഴിയുന്നത്ര ഇന്ന് കവർ ചെയ്യാൻ നോക്കാം. കഴിയുന്നത്ര നമ്മളിനി ഈ അണ്ടർപാസ് കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ. സോ ലെറ്റ്സ് ഗോ. ഇവിടേക്ക് ഇരുട്ടാട്ടാ പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പബ്ലിക് ആർട്ട് വീഞ്ഞം. ഇതൊക്കെ പിന്നെ ഓൾറെഡി മുന്നേ ഉള്ള ആർട്ടാണ് കേട്ടോ. അബുദാബിയിൽ ഏത് അണ്ടർ പാസ് എടുത്ത് നോക്കിയാലും ഇവിടെ കോർണിഷിൻ്റെ സൈഡിൽ ഈ ആർട്ട് ഉണ്ടാവും. ഒരുത്തിനത് ഈ ബൈക്ക് ഇതിൽ വാണം വിട്ട് പോകണം. ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നല്ല ഇളം കാറ്റുണ്ട്. ഇത് കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് കേട്ടോ ഈ ഭംഗി. കയറി വരുന്നോട് തന്നെ ഒരു ആർട്ടുണ്ട്. ഇതെന്താ പോയേക്കാം. അവിടെയാണ് നമ്മുടെ ബീച്ച്. ഇതൊക്കെ പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ളതാട്ടോ ഈ വെള്ളച്ചാട്ടമൊക്കെ. പിന്നെ വെള്ളം തീർന്നു ഗൈസ്. ഇനി വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇനി ആരെങ്കിലുമൊക്കെ വെള്ളമായിട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇനി തിരിച്ച് പോകുമ്പോഴേ കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സാധനം. കണ്ടിട്ടൊരു ബ്രെഡ് പൂ പൊടിച്ച മാതിരത്തെ സാധനം പോലെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ ഓട്ടോട്ടോളുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമെന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞ വിവരം. എന്തായാലും ഞാൻ അതിൻ്റെ ചുറ്റൊന്ന് നടന്നു നോക്കി, ഇത് എന്താ സാധനം വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് നീലപ്പെട്ടി കേട്ടോ, വായിച്ചു നോക്കിക്കോളി. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നാണ് കേട്ടത്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഗൈസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. പുറത്തേക്കും ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ചിലരോട് ഇരിക്കണൊക്കെ ഉണ്ട്. എനിക്ക് പേടി, കാരണം ഇത് ഇരിക്കുമ്പോൾ പൊട്ടൂലേ, കാരണം ഇത് പ്ലാസ്റ്റിക് ആണല്ലോ. ഇത് കണ്ടിട്ട് തന്നെ പ്ലാസ്റ്റിക്കും പിന്നെ ഒരു എല്ലും കണ്ടൊക്കെ വെച്ച മാതിരിണ്ട്. കുറേ ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇത് ഫോട്ടോഗ്രാഫിക്ക് നല്ല അടിപൊളി. ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുത്താലും പുറത്തുനിന്ന് ഫോട്ടോ എടുത്താലും കിണ്ണം. അതിനോട് ചാരിട്ട് തന്നെ നമ്മുടെ അബുദാബി ബീച്ചും കിണ്ണിച്ചു. ഞാനങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഒരു ബോട്ട് ആയിക്കൂടെ മെയിനായിട്ട് പോകണം. പോലൊരു സ്റ്റൈലാവാം. ഇത് കണ്ട ഇവിടെ സിറ്റിംഗ് പ്ലേസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇവരുടെ പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ അടുത്ത് ആ നീല കമ്പ് കണ്ടില്ലേ, അതിലുണ്ടാവും നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്. ഡോ ആർ നോട്ട് ഡോണ്ട് എന്താ പറയാം. അതന്നെ. എന്തായാലും ഇതുവരെ ബാക്കി തന്നെയാണ് പറഞ്ഞാണ്. കുറച്ച് മുന്നേക്ക് പോകുമ്പോൾ ഐസും ഐസ്ക്രീം ഉണ്ട്, വേണമെങ്കിൽ മേടിച്ച് തന്നോളി. ഞാനിപ്പോൾ പോണത് ഈ നമ്മുടെ ഈ കോർണിഷിൻ്റെ ഇതാ കണ്ടില്ലേ, ബീച്ചിൻ്റെ സൈഡിലൂടെ മാത്രം കേട്ടോ. ഈ പെയിൻറ്റിങ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. നല്ല രസമുണ്ട്. ഇതിൽ കുറച്ച് ക്യൂട്ട് എലമെൻറ്റ്സ് ഒക്കെ ഇതിലുണ്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ 1-2 കൂടി ഉണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തരാം. ബാ പോയി വെക്കാം. ഇതിലെല്ലാത്തിലും ഓരോ മെസ്സേജസും ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കോളി. അപ്പോൾ ഇതെന്താണ് ഏതാണെന്നുള്ളത് ഇതാ നമ്മളെ നീലപ്പട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ അയിമ നോക്കിയിട്ട് എല്ലാവരും വായിച്ചെടുത്തോളി, മനസ്സിലാക്കിക്കോളി എന്താന്ന്. ഓക്കെ. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് ഇനി ഈ പോകുന്ന വൈക്കൊന്നും ആർട്ടുകൾ ഞാൻ അങ്ങനെ കാണുന്നില്ല. അറിയില്ല കേട്ടോ ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നു. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. എൻ്റെ കയ്യിലുള്ള വെള്ളം കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് വെള്ളം കുടിക്കണം. വേണ്ട, കുറച്ചുകൂടെ അപ്പുറത്ത് പോയേക്കാം. ഇനി ആർട്ട് ഇനി എവിടെയാണുള്ളതെന്ന് അറിയില്ല. കുറച്ചുകൂടെ അപ്പുറത്തുണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഒരു മാർക്ക് കാണുന്നുണ്ട്. പോയേക്കാം. വലിയ മുതലാളി ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. പോയേക്കാം. കഴിഞ്ഞിട്ടില്ല. കിടക്കണ ഇവിടെ ഒന്നും. ഇതെന്താ പോയേക്കാം. ഇതെന്താണ് പിന്നെയും ചെടിച്ചട്ടിയാണോ? കണ്ടിട്ട് നമ്മളെ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ ഒരു ബോൾ കൊണ്ടയച്ചമാരുണ്ട്. എന്തോ കാര്യപ്പെട്ട സംഭവമാണ് എന്തായാലും. സൈക്കിളുകളിൽ സവാരി നടത്താൻ കുറേ പേരുണ്ട് കേട്ടോ. കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് സൈക്കിൾ സവാരി ഇഷ്ടം പോകണം. ഒരു ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇറങ്ങാണ് തോന്നണം. ഞാനിത് നടന്നിട്ടാട്ടോ കാണാൻ പോണത്. കാരണം വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. സോ ഞാൻ നടന്നിട്ടാണ് പോയി നോക്കണത് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്.
ഇത് വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പോയേക്കാം. ഞാൻ എൻ്റെ സ്റ്റാൻഡ് എടുത്ത് വെറുതെ ആയിട്ടോ, കാരണം സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് ഞാൻ വന്നത് അതിൻ്റെ ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി, കാരണം നല്ല അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ. പക്ഷേ ഇവിടുത്തെ കാറ്റ് കാരണം എനിക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഫോൺ നിലത്തേക്ക് വെക്കുക. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നിലത്തേക്ക് മുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 3-4 പ്രാവശ്യം മുക്കുമ്പോൾ വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ എന്തായാലും വന്നിട്ടിപ്പോൾ കാലിതീ എരിത്തിട്ടാണ്. ഇത് അബുദാബിക്ക് അറിയുന്നവർക്ക് അറിയായിരിക്കും. ഇതാ കാലിതീ തന്നെയല്ലേ ഇത്, ഇങ്ങോട്ട് പറയാം. ഐ തിങ്ക് സോ. ഞാൻ കുറേ അപ്പുറത്തുനിന്ന് നടന്നതാണ്. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ കുറേ കുളിക്കുന്നവരുണ്ട്. കുളിച്ച് ഞാൻ കാണിച്ചു തരില്ല. ഇവിടെ കുറേ പേര് വൈകുന്നേരം ഇരുത്തത്തിനൊക്കെ ആൾക്കാർ എത്തി തുടങ്ങി. നമ്മൾ പോയൊക്കെ അവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. കുറേ സമയം ഞാൻ അങ്ങനെ നടന്നു. ഇവിടെ ഒന്നുമില്ല കേട്ടോ കാണാൻ. കുറച്ചിങ്ങോട്ട് അപ്പുറത്ത് ഭയങ്കര സംഭവം എന്തൊക്കെ ഉണ്ട് കണ്ട, അബുദാബി അർത്ഥമെന്നൊക്കെ അറിയിട്ട്. ഞാനിപ്പോൾ കവർ ചെയ്യുന്നത് കോർണിശ്ശേരി ആയതുകൊണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് അതാണ് എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റും. വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചെടുക്കാം. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇരിപ്പിടങ്ങളുണ്ട്, കോഫി ഷോപ്പ് പോലത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ. ഇതിനുള്ളിൽ ഒരു വ്യത്യസ്തം, ഭയങ്കര രസമുണ്ട്. പക്ഷെ ഇവിടെ ആളൊന്നുമില്ല. അവിടെ എന്തായാലും ഷോ നടക്കുന്നുണ്ടാവും നൈറ്റ്. ചെറിയ സ്റ്റേജൊക്കെ ഉണ്ട് അവിടെ. ഐ തിങ്ക് ഇത് നൈറ്റിനുണ്ടോ. എനിക്കിതിങ്ങനെ കണ്ടിട്ട് ഉള്ളിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നൈറ്റ് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നൈറ്റിൽ വരാൻ തോന്നുന്നുണ്ട്. സംതിങ് ഡിഫറെൻറ്റ് ഈസ് ദെയർ ഓൺ നൈറ്റ് ടൈം. രാത്രി വന്നാലോ, എന്തൊക്കെയുണ്ട്. ഇവിടെ എത്തുണ്ടല്ലോ.